ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി സദ്യകളിലൊക്കെ നമ്മൾ വിളമ്പുന്ന കുറുക്ക് കാളൻ്റെ റെസിപ്പിയാണ്. ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ കാളന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഒരു തേങ്ങാക്കൂട്ട് അരച്ച് വെക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3/4 കപ്പ് ചിരകിയ തേങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂണിൽ കുറച്ചുകൂടെ കൂടുതൽ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 2 പച്ചമുളക്, അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് മാത്രം വെള്ളം ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്ത് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. നമുക്ക് ചേന ഒന്ന് വേവിച്ചിട്ടെടുക്കാം. ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ 1/2 കപ്പ് ചേന ചതുര കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തീ കത്തിച്ച് ഹൈ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഒന്നൊന്ന് തിളപ്പിച്ചെടുക്കാം. നമുക്ക് ചില ചേന പെട്ടെന്ന് വെന്ത് കിട്ടും, ചിലത് കുറച്ച് സമയം എടുക്കും വേവാൻ വേണ്ടിയിട്ട്. എൻ്റെ കയ്യിലുള്ളത് കുറച്ച് സമയം എടുക്കുന്ന ചേനയാണ്, അതുകൊണ്ടാണ് ഞാൻ ആദ്യം ചേന വേവിച്ചെടുക്കുന്നത് കേട്ടോ. ഇതുപോലെ നന്നായിട്ട് തിള വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഇത് തീ നന്നായിട്ട് കുറച്ച് വെക്കാം. അതിനുശേഷം അടച്ചു വെച്ച് നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചിട്ടെടുക്കാം. ഇപ്പോൾ ചേന വേവാൻ തുടങ്ങിയിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അടപ്പ് തുറന്ന് അതിലേക്ക് കായ കൂടെ ചേർത്ത് കൊടുക്കാം. കായും ഞാൻ എടുത്തിട്ടുള്ളത് 1/2 കപ്പ് തന്നെയാണ്. തൊലി കളഞ്ഞ് അത്യാവശ്യം വലിയ കഷ്ണങ്ങളായിട്ട് തന്നെയാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. ഇനി അതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണിലും കുറച്ചുകൂടെ കൂടുതൽ കുരുമുളക് പൊടി, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് തന്നെ നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചിട്ടെടുക്കാം. ഇടയ്ക്കൊക്കെ ഒന്ന് അടപ്പ് തുറന്ന് വേവൊക്കെ ചെക്ക് ചെയ്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഇപ്പം ഞാനിവിടെ അടപ്പ് തുറന്ന് നോക്കുന്ന സമയത്ത് നമ്മൾ ഒഴിച്ചു കൊടുത്തിരുന്ന വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ചേനയും കായയും ഒക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഈ സമയത്ത് കുറച്ച് നെയ്യ് ചേർക്കുമ്പോൾ കാളിന് നല്ലൊരു സ്മെല്ലും അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റുമാണ് കേട്ടോ. എന്നിട്ട് നെയ്യ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. തൈര് നന്നായിട്ട് കട്ടയൊന്നുമില്ലാതെ ഉടച്ചെടുത്തിട്ടുള്ളതാണ്. തൈര് ചേർത്ത ഉടനെ തന്നെ ഒരു 1-2 മിനിറ്റ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ അത്യാവശ്യം കട്ടിയുള്ള തൈരായിരുന്നു ഒഴിച്ചു കൊടുത്തിരുന്നത്. ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നന്നായിട്ടൊന്ന് ലൂസായിട്ട് വരും കേട്ടോ. അപ്പോൾ അതൊന്ന് ചൂടായി വരുന്നവരെ നന്നായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. തീ ലോ ഫ്ലെയിമിലിട്ട് അത്യാവശ്യം നന്നായിട്ട് തൈര് വറ്റി വരുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പം നമുക്ക് കാണാം, നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുള്ള തൈരൊക്കെ നന്നായിട്ട് തന്നെ കുറുകി വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിനി നേരത്തെ അരച്ചു മാറ്റി വെച്ചിട്ടുള്ള തേങ്ങയുടെ കൂട്ട് ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ കൂട്ടും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് തീ ലോ ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചിട്ടെടുക്കാം. അപ്പോഴേക്കും ആ തേങ്ങയുടെ പച്ച ചൊവയൊക്കെ ഒന്ന് മാറി തേങ്ങ അത്യാവശ്യം ഒന്ന് വെന്ത് കിട്ടിക്കോളും. ഇപ്പോൾ തേങ്ങാക്കൂട്ടൊക്കെ ചേർത്തിട്ട് 5 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഉപ്പ് ചെക്ക് ചെയ്ത സമയത്ത് കുറച്ച് കുറവായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 2 നുള്ളു ഉലുവാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവാപ്പൊടി നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ നമ്മൾ കടുക് താളിക്കുന്ന സമയത്ത് ഉലുവ എന്തായാലും ചേർക്കുന്നുണ്ടല്ലോ, പക്ഷേ ചേർത്ത് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇത് രണ്ടും ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കടുക് താളിച്ചിട്ട് ഒഴിക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നെയ്യും വെളിച്ചെണ്ണയും നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരാൻ തുടങ്ങുന്ന സമയത്ത് 1/4 ടീസ്പൂൺ ഉലുവ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഉലുവയുടെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് 2-3 വറ്റൽമുളക് ഇതുപോലെ നടുവേ മുറിച്ചത് ചേർത്ത് കൊടുക്കാം നമുക്ക്. ഇനി അവസാനമായിട്ട് കുറച്ച് കറിവേപ്പില കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ കടുക് താളിച്ചത് നേരെ കാളനിലേക്ക് ഒഴിച്ച് അടച്ചു വെച്ച് നമുക്കൊരു 10 മിനിറ്റ് അങ്ങനെ തന്നെ വെക്കാം. അപ്പോഴേക്കും കടുക് താളിച്ചതിന്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് തന്നെ കാളനിലേക്ക് ഇറങ്ങി കിട്ടിക്കോളും. ഇതുപോലെ ഒരു 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് തുറന്നു കൊടുത്ത് ഇളക്കി കൊടുത്താൽ നമ്മൾ അടിപൊളി കുറുക്ക് കാളൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. അഭിപ്രായം കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയണം. അടുത്തൊരു ദിവസം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.